നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന നിലമ്പൂർ ബൈപ്പാസ് റോഡ് കാടുവെട്ടി സഞ്ചാരയോഗ്യമാക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശം. നിലമ്പൂർ റെസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് കമ്മിറ്റി ഭാരവാഹികളായ കെ.എ. അബ്ദുൽ അസീസ്, സുരേഷ് മങ്ങാട്ടുതൊടിക എന്നിവർ കരുതലും കൈത്താങ്ങും അദാലത്തിൽ മന്ത്രിയെ നേരിൽ കണ്ട് ആവശ്യമുന്നയിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. റോഡിലെ കാട് വെട്ടി ശുചിയാക്കാനും തെരുവ് നായ്ക്കളുടെയും കാട്ടുപന്നികളുടെയും ശല്യം ഇല്ലാതാക്കാൻ ഉതകുന്ന പ്രവൃത്തികൾ നടത്താനുമാണ് മന്ത്രി നിർദ്ദേശം നൽകിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 15 ദിവസത്തിനകം കാട് വെട്ടി പരിസരം വൃത്തിയാക്കണമെന്നാണ് മന്ത്രിയുടെ ഉത്തരവ്. ഇക്കാര്യത്തിൽ നടപടികൾ ഉണ്ടാവണമെന്ന് മന്ത്രി നേരിട്ട് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ആവശ്യപ്പെട്ടെന്നും ഇവർ പറഞ്ഞു. ഏറെ വർഷങ്ങളായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന നിലമ്പൂർ ബൈപ്പാസ്, അതായത് ജ്യോതിപ്പടി മുതൽ വെളിയന്തോട് വരെയുള്ള നിലമ്പൂർ ബൈപ്പാസിൻ്റെ പ്രവർത്തനം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ നഗരസഭ റെസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് കമ്മിറ്റി കരുതലും കൈത്താങ്ങും അദാലത്തിലേക്ക് ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. അതുപ്രകാരം ഞങ്ങൾക്ക് ആദ്യം ഒരു മറുപടി കിട്ടി. ആദ്യത്തെ ഫസ്റ്റ് റീച്ച് എന്ന് പറയുന്നത് 4.25 കിലോമീറ്ററും പിന്നത്തെ റീച്ച് 1.25 കിലോമീറ്ററുമാണ്. ഇതിനുവേണ്ടി 227 കോടി രൂപ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും അത് കിട്ടുന്ന മുറയ്ക്ക് അതിൻ്റെ പണി തീരുമെന്നാണ് PWD നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി. കൂടാതെ ഇപ്പോൾ പണി പൂർത്തിയായിരിക്കുന്ന 2 കിലോമീറ്റർ ചക്കാലക്കുത്ത് വരെയുള്ള ഭാഗത്തിൻ്റെ ഇരുഭാഗങ്ങളും താമസിക്കുന്ന ജനങ്ങൾ കാട് വളർന്ന് വളരെ ബുദ്ധിമുട്ടിലാണ്. കാടും ഇഴജന്തുക്കളും ജീവികളും എല്ലാം കൂടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയപ്പാടോടുകൂടിയാണ് അവരതിൽ നടന്നു പോകുന്നത്. അതുകൊണ്ട് കാട് വെട്ടിത്തെളിച്ച് അവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. ഈ റോഡ് പണിയുടെ എല്ലാ വേസ്റ്റ് വസ്തുക്കളും അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ആ വേസ്റ്റുകളെല്ലാം അവിടെ നിന്ന് നീക്കണമെന്നും കാട് ഉടനെ വെട്ടിത്തെളിക്കുന്ന നടപടിയാണ് ഞങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസിനോട് ഇന്ന് അദാലത്തിൽ വെച്ച് പറയുകയുണ്ടായി. ന്യൂസ് ത്രെഡ് 24 നിലമ്പൂർ.